റഹീം മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ഈ സംഭവത്തെ അപലപിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ആദ്യ ദിവസം തന്നെ. അതിന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത സംസ്ഥാന ഘടകങ്ങൾ ഓരോ സംസ്ഥാനത്തും അവർ തീരുമാനിക്കുന്ന പ്രതിഷേധ രൂപങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേരള ഘടകം പ്ലാൻ ചെയ്ത ഒരു പ്രൊട്ടസ്റ്റ് രീതിയാണ്, ഒരു പ്രതിഷേധ രീതിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദർശിപ്പിക്കുമെന്നുള്ള രീതി. അത് ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അതാത് സംസ്ഥാന ഘടകങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് ഓരോ സ്റ്റേറ്റ് കമ്മിറ്റിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളിതിനെ അപലപിച്ചു, ഞങ്ങളിതിനെ തള്ളിപ്പറഞ്ഞു. അപലപിക്കാനും തള്ളിപ്പറയാനുമുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് ഫ്രീഡം ഓഫ് പ്രസ്സിനെതിരായ കടന്നുകയറ്റാണ്. ഇത് യാതൊരു സംശയവും വേണ്ട. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെതിരായ കടന്നുകയറ്റാണ്. ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ്. വളരെ വളരെ ക്ലിയറായ ഒരു കാര്യം പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഭയം ഭരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് പ്രധാനപ്പെട്ട വിഷയമായി മാറാത്തത്? പലരുടെയും മൗനം യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. പലരുടെയും മൗനം. മറ്റ് യുവജന സംഘടനകളുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ മൗനത്തിൽ തുടരുന്നത് എന്ന് ജനം ചിന്തിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് ഇപ്പോൾ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പോയിന്റ് ഓഫ് ടൈം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരണ്ടേ? 2002 ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അതിനെ ആസ്പദമാക്കി അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ പങ്ക് പല ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെട്ടതാണ്, പരാമർശിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് ഏജൻസി നടത്തിയ കണ്ടെത്തലിന്റെ വെളിച്ചത്തിലാണ് BBC-യുടെ 2 എപ്പിസോഡുകളിലായി അടുത്തിറങ്ങാൻ പോകുന്ന ഈ ഡോക്യുമെന്ററി. അത് എന്തിനാണ് രാജ്യത്ത് നിരോധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിരോധിക്കുകയല്ല, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തേണ്ട കാര്യം എന്താണ്? സാമൂഹ്യ മാധ്യമങ്ങളാണ് വിലക്കേർപ്പെടുത്തിയത്. അതിന് പറയുന്നത് കൊളോണിയൽ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വളരെ കൗതുകരമാണ്. കൊളോണിയൽ താല്പര്യം വെച്ച്, സാമ്രാജ്യത്വ താല്പര്യം വെച്ച് ബ്രിട്ടീഷ് ഏജൻസി ഇടപെടുന്നുവെന്നാണ്. എൻ്റെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ബ്രിട്ടനെതിരെ ഇത്തരത്തിലൊരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടോ? ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ വിദേശ നയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ ഇത് പറയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ രേഖയിൽ ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ? പിന്നെന്താ ഇപ്പോൾ മാത്രം ഇത് കൊളോണിയൽ ബാധ എന്ന് പറയുന്നതിന്റെ കാര്യം യുക്തിസഹമല്ലല്ലോ അത്. അപ്പോൾ നരേന്ദ്രമോദി വിമർശനത്തിന് അതീതമായ ഒരു കാര്യമാണ്, എക്സ്പോസ് ചെയ്തുപെട്ടുകൂടാത്ത ഒരാളാണ് എന്നൊക്കെ പറയുന്ന ജനാധിപത്യപരമാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ട്വീറ്റുകൾ പോലും നീക്കം ചെയ്യാനാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമേൽ ആപൽക്കരമായൊരു നീക്കമാണത്. അപ്പോൾ നാളെ എന്തും നിരോധിക്കപ്പെടുന്ന നിലയുണ്ടാകില്ലേ? അത് ശരിയല്ല. ജനാധിപത്യത്തെ നിരോധിക്കാൻ അനുവദിക്കില്ല. ഇതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. റഹീം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും ഇന്ന് BBC-യുടെ ഡോക്യുമെൻ്ററിയുടെ 2ാം ഭാഗം ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണ്. വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും DYFI ഈ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്യും, പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്നുള്ള തയ്യാറെടുപ്പിലാണ്.